വെൽക്കം ടു PSC Learn Plus. ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഇപ്പോൾ ഒരു ശ്രേണി കൊടുത്തിട്ടുണ്ട്, ഇതിൽ തൊട്ടടുത്ത സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സംഖ്യകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ശ്രേണി ഇങ്ങോട്ട് എടുത്തെഴുതാൻ പോവാണ്. 0, 7, 26, 63, 124. ഓക്കെ, ഇവിടെയുള്ള നമ്പറുകൾക്കൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ 0 1 കുറച്ചാൽ എത്രയാണ്? 0 അതാണ്. 7 8 1 കുറച്ചപ്പോൾ 7. 25 27 നിന്ന് 1 കുറച്ചപ്പോൾ 26 കിട്ടി. ഇതാണെങ്കിൽ 64 1 കുറയുമ്പോഴാണ് എന്തിട്ട് 63 ആവുക. ഇവിടേക്ക് വരുമ്പോൾ 125 നിന്ന് 1 കുറയുമ്പോഴാണ് 124 കിട്ടുന്നത്. എല്ലാത്തിനും 1 കുറയ്ക്കാം. അപ്പോൾ ഈ കുറച്ച് സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ 1 8 27 64 125. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യൂബുകളാണ് അല്ലേ? അതായത് 1ൻ്റെ ക്യൂബ് എത്രയാണ്? 1 ആണ്. 2ൻ്റെ ക്യൂബ് എന്താണ്? 8 ആണ്. 3ൻ്റെ ക്യൂബ് എന്താണ്? 27 അല്ലേ? അപ്പോൾ 4ൻ്റെ ക്യൂബ് എന്താ? 64. 5ൻ്റെ ക്യൂബ് 125. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന ശ്രേണിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും? ഇവിടെ 5ൻ്റെ ക്യൂബ് വരെ എഴുതിയത്. അടുത്ത സംഖ്യ എന്തായിരിക്കും? 6ൻ്റെ ക്യൂബിൽ നിന്ന് ഒരു 1 കുറയ്ക്കേണ്ടി വരും അല്ലേ? അപ്പോൾ 6ൻ്റെ ക്യൂബ് എത്രയാണ്? 6ൻ്റെ ക്യൂബ് എത്രയാണ്? 216. ഇതൊക്കെ പഠിച്ചിരിക്കണേ, എന്നാലേ നമുക്ക് എക്സാമിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 6ൻ്റെ ക്യൂബ് 216. 216 1 പോലെ എത്രയാണ്? 215. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 215. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.